ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നേഹാ ഫുഡ് സ്റ്റോറീസ്. ഇന്നിപ്പോ ഞാൻ വന്നിട്ടുള്ളത് ഒരു കുടവുമായിട്ടാണ് കേട്ടോ. അപ്പൊ നമ്മുടെ നാട്ടിലിപ്പോ ട്രെൻഡായി മാറിയ ഒരു ഡ്രിങ്ക് ആണ് കുടം കലക്കി സർബത്ത്. അപ്പൊ ഫുൾ ജാർ സോഡയ്ക്ക് ശേഷം ഇനിയിപ്പോ ട്രെൻഡ് ആവാൻ പോകുന്നതാണ് കേട്ടോ ഈ കുടം കലക്കി സർബത്ത്. അപ്പൊ യൂട്യൂബിലും അതുപോലെ ഇപ്പൊ ഇന്നലെ ടിവിയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ കുടം കലക്കി സർബത്ത്. അപ്പൊ അത് കണ്ടപ്പോ എനിക്കൊന്ന് ഉണ്ടാക്കാന്ന് തോന്നി. അപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കാൻ പോകണം. അപ്പൊ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന് കൂടി വിചാരിച്ചു. അപ്പൊ നമുക്കിത് ഉണ്ടാക്കി നോക്കാം, അതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയാം. അപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പൊ മെയിൻ ആയിട്ട് ഇത് ഉണ്ടാക്കാൻ വേണ്ടത് എന്താ? കുടം തന്നെ. കുടം ഇനിയിപ്പൊ കുടം ഇല്ലാത്തവർക്കും ഇത് ഉണ്ടാക്കാം കേട്ടോ. കുടം ഇല്ലാന്ന് എഴുതിയിട്ട് വിഷമിക്കൊന്നും വേണ്ട. നമുക്ക് വലിയ ഗ്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഉണ്ടാക്കാം. അതുപോലെ ഇതുപോലെയുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലും ഉണ്ടാക്കാം. പിന്നെ നമുക്ക് ഈ കുടം കലക്കി സർബത്ത് ഉണ്ടാക്കാൻ മെയിൻ ആയിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. അതൊക്കെ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ മാതൃനാരങ്ങ വേണം കേട്ടോ. പിന്നെ ചിലടത്ത് ഊർമാമ്പായ എന്ന് പറയാനുണ്ട്. അപ്പൊ എന്താണെങ്കിലും ഇതിപ്പോ നമ്മള് ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നല്ലൊരു കളറും കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ മാതൃനാരങ്ങ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ഓറഞ്ച് ഉപയോഗിക്കാം. അതുപോലെ മുന്തിരി ഉണ്ടല്ലോ, മുന്തിരി യൂസ് ചെയ്യാം. അപ്പൊ ഇതിന്റെ ജ്യൂസാണ് കേട്ടോ വേണ്ടത്. അപ്പൊ നല്ല കളർ ഉള്ളത് നോക്കി എടുക്കുക, എന്നാലാണ് നല്ലൊരു കളർ കിട്ടുക. അപ്പൊ 2 മാതൃനാരങ്ങ എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ 2 ഓറഞ്ച് എടുക്കുക, അല്ലെങ്കിൽ കുറച്ച് മുന്തിരി എടുക്കുക, കളറിന് വേണ്ടിയിട്ടും ഫ്ലേവറിന് വേണ്ടിയിട്ടും കേട്ടോ. അപ്പൊ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പിന്നെ വേണ്ടത് ലെമൺ ആണ് കേട്ടോ. അപ്പൊ ലെമണിന്റെ ജ്യൂസ് നമ്മൾ എടുത്തു വെക്കണം. അപ്പൊ ഞാൻ 2 ലെമണാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ജ്യൂസ് ഞാൻ നേരത്തെ തന്നെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് നന്നാരി സർബത്താണ് കേട്ടോ. അപ്പൊ ഇതുപോലെ ഒരു ബോട്ടിൽ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് നന്നാരി സർബത്താണ് യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോ ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ നന്നാരി സർബത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പകരം പഞ്ചസാരപ്പാനി ഉണ്ടാക്കാം കേട്ടോ. പഞ്ചസാര സിറപ്പ് ഉണ്ടല്ലോ, അത് ഉണ്ടാക്കിയാലും മതി. പക്ഷെ ഇത് ചേർക്കുമ്പോൾ ഒന്നും കൂടി കൂടുതൽ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പൊ ഇതുപോലെ ഒരു നന്നാരി സർബത്തിന്റെ ബോട്ടിൽ വാങ്ങിയാൽ മതി. പിന്നെ മെയിൻ ആയിട്ട് വേണ്ടത് സോഡയാണ് കേട്ടോ. അപ്പൊ ക്ലബ് സോഡ ഒക്കെ വാങ്ങി വെക്കുക. നമ്മള് ഫുൾ ജാർ സോഡ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സോഡ വാങ്ങിച്ചിരുന്നല്ലോ. അപ്പൊ അതുപോലെയുള്ള സോഡ വാങ്ങിക്കുക. ഇനിയിപ്പോ സോഡ ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് എന്താ ചെയ്യാ, പകരം ഒന്നുമില്ല, സോഡ തന്നെ ചേർക്കണം കേട്ടോ. വെറുതെ നമ്മൾ വല്ലപ്പോഴൊക്കെ അല്ലേ സോഡ കുടിക്കുക, സ്ഥിരമായിട്ടൊന്നും കുടിക്കൊന്നുമില്ലല്ലോ. അപ്പൊ ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പൊ ഞാൻ 2 പോംഗ്രാനൈറ്റിന്റെ സീഡ്സ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ജ്യൂസ് എടുക്കണം. അപ്പൊ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. നമ്മൾക്ക് ഇതിന്റെ കളർ മാത്രമാണ് കിട്ടുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിലേക്ക് പോംഗ്രാനൈറ്റ് സീഡ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാനിവിടെ ഏകദേശം 1/4 കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് നമ്മൾ അരിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പൊ ഞാനിതൊന്ന് അരിച്ചെടുക്കട്ടെ. അപ്പൊ ആദ്യം നമുക്ക് ഇതിൽ നിന്ന് പകുതി നാരങ്ങ നീര് ചേർക്കാം. അതായത് 1 നാരങ്ങയുടെ നീര് ചേർത്തിട്ടുണ്ട്. നമ്മുടെ പോംഗ്രാനൈറ്റ് ജ്യൂസ് ഉണ്ടല്ലോ, അതിൽ നിന്നും പകുതി ചേർക്കാം. പിന്നെ നമ്മുടെ നന്നാരി സർബത്ത് ഉണ്ടല്ലോ, അത് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ചേർക്കാം. അപ്പൊ നല്ല മധുരം വേണ്ടവര് നല്ലോണം ചേർക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്നും വേണ്ട, ഒരു പിഞ്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്, ടേസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ചേർക്കേണ്ടത് ഐസ് ക്യൂബ് ആണ്. അപ്പൊ ഞാനിവിടെ പോംഗ്രാനൈറ്റിന്റെ ഐസ് ക്യൂബ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതില്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഐസ് ക്യൂബ് ചേർത്താലും മതി കേട്ടോ. അപ്പൊ ഇത് തന്നെ വേണമെന്നില്ല, ഐസ് ക്യൂബ് ആണ്, വെള്ള കളറിലുള്ള ഐസ് ക്യൂബ് ചേർത്താലും മതി. അപ്പോ ഒരു 5-6 ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോ നമ്മുടെ സോഡ ഒഴിക്കാം. അപ്പൊ ഞാൻ സോഡ എടുത്തിട്ടുണ്ട്. അപ്പൊ സോഡ ഒഴിക്കാം. അപ്പൊ സോഡ ഒഴിച്ചുകൊണ്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. കുറച്ചും കൂടി ഒഴിക്കാം. കണ്ടോ, നമ്മുടെ കുടം കലക്കി അപ്പൊ ഇളക്കി കൊടുക്കുക. അപ്പൊ നമ്മൾ പതഞ്ഞ് വന്നിട്ടുണ്ട് സോഡ ചേർത്തപ്പോ. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഓ, പൊള്ളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ കുടം കലക്കി ഇവിടെ പതഞ്ഞ് നല്ല വന്നത് നിങ്ങൾ കണ്ടില്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാനൊന്ന് കുടിക്കട്ടെ. നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ കുറച്ചും കൂടി പഞ്ചസാരയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സിറപ്പൊക്കെ ചേർക്കാട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കോമ്പിനേഷൻ ടേസ്റ്റ് ആണ്. കാരണം നാരങ്ങാ നീര്, പോംഗ്രാനൈറ്റിന്റെ ജ്യൂസ്, പിന്നെ നന്നാരി സർബത്തോ. അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പൊ ഞാൻ ഈ കുടം കൊണ്ടൊന്ന് കുടിച്ച് കാണിച്ചു തരാം കേട്ടോ. നല്ല തണുപ്പായിരിക്കും കേട്ടോ ഈ കുടത്തില് നമ്മൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ.
ഓ പൊള്ളി ടേസ്റ്റ് ആണ്, എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം. ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് കേട്ടോ. ഫുൾ ജാർ സോഡയുടെ പോലെയൊന്നും അല്ല, എന്നാലും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പൊ നമുക്ക് കുറച്ച് ഇക്കാക്കൊന്ന് കൊടുത്തു നോക്കാം, ഇക്കാന്റെ അഭിപ്രായം ഒന്ന് കേട്ടോ നോക്കാം കേട്ടോ. അപ്പൊ ഞാനൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതോ ഇതിൽ തന്നെയാണോ കുടിക്കണേ? രസമുണ്ടോ? ടേസ്റ്റ് ഉണ്ടോ? തന്നെ അടിപൊളിയാ. നമുക്ക് കുറച്ച് ഗ്ലാസ്സിൽ ഒഴിച്ച് നോക്കാം. ക്ഷീണൊക്കെ മാറി കിട്ടും. കണ്ടോ? ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് കുടിക്കാം. അപ്പൊ നമുക്ക് ഒന്നും കൂടി കുടിച്ചു നോക്കിയാലോ. സംഭവം നല്ല ടേസ്റ്റ് ആണ്. അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. പിന്നെന്താ, പിന്നൊന്നുമില്ല. അപ്പൊ അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പൊ നല്ലൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്